ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈയിടെയായിട്ട് നമ്മൾ കുറെ അധികം ഹൊറർ മൂവിയുടെ കഥ കേൾക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇത്തവണ കഥ കുറച്ച് വ്യത്യസ്തമായിക്കോട്ടെ. ഈ ഒരു സമയത്തെല്ലാം നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാർത്തയാണ്, അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ദുർഘടമായിരിക്കും. അതുപോലെ തന്നെ ഇല്ലീഗലി അമേരിക്കയിലേക്ക് വന്ന ആളാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ആംബർ. കിടക്കാനോ ഒന്ന് വിശ്രമിക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ യാതൊരു സൗകര്യമില്ല. ആ സമയത്താണ് ചെറിയ വാടകയ്ക്ക് സ്ത്രീകളെ മാത്രം താമസിപ്പിക്കുന്ന ഒരു വലിയ വീടിനെ കുറിച്ച് അവൾ അറിയുന്നത്. അവൾ നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം കഥ എവിടെ തുടങ്ങി എവിടെ തീരുന്നു എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവൾക്ക് ആ വീട് വിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രേത സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാറില്ലേ, ഈ പ്രേതം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആ വീട്ടിൽ നിൽക്കുന്ന, ഇറങ്ങി ഓടിയാ പോരെയെന്ന്. എന്നാൽ അവൾക്ക് അവിടുന്ന് പോകാൻ പറ്റില്ലാന്നേ. അത് ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവൾ അവിടെ ട്രാപ്പായി. എന്താണ് ശരിക്കും ആ ഒരു വീട്ടിലുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും നേരെ ഈ കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പഴയ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത പഴയ വിഷ്വൽസ് കാണിക്കുകയാണ്. ഒരു ആർക്കിയോളജിസ്റ്റ്, ഇയാൾ കാര്യമായിട്ട് എന്തോ ഒന്ന് തേടുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി പഴയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പോകുന്നത്, പഴയ ഗുഹകളിലൊക്കെ പോവാണ്. അപ്പൊ ആ ഒരു ഗുഹകളിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. പുരാതനമായിട്ടുള്ള പഴയ വസ്തുക്കൾ, ഒരുപാട് മൃഗങ്ങളുടെ തലയോട്ടി, എന്തിനു പറയണം മനുഷ്യരുടെ തലയോട്ടി വരെ അവിടെ കാണാനുണ്ട്. എന്തായാലും ആ വിഷ്വലിൽ തന്നെ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നും പൊക്കിക്കൊണ്ടുവരുന്ന ഒരു പെട്ടിയാണ്. ആ പെട്ടി ഗുഹയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിന് ചുറ്റുമായിട്ട് ചില ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി. പിന്നീട് നോർമൽ ആയിട്ടുള്ള വിഷ്വൽ കാണിക്കുകയാണ്. ഒരു പഴയ വീടാണ്. ആ വീടിന്റെ ഒരു മുറിയുടെ ചുമരിലായിട്ട് ഒരുപാട് ചിത്രശലഭങ്ങളെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മുറിയിൽ കുറച്ചധികം തലയോട്ടികൾ, അത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല വേറെയും ചില പഴയ വസ്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ അതേ ബിൽഡിങ്ങിൽ തന്നെ മറ്റൊരു മുറിയിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളിപ്പോ നിൽക്കുന്നത് അവളുടെ നാട്ടിലല്ല, സ്വന്തം നാട്ടിൽ നിന്ന് നാട് വിട്ട് ഇങ്ങോട്ടേക്ക് പുതിയൊരു ജീവിതത്തിന് വേണ്ടി അവൾ വന്നിരിക്കുകയാണ്. അപ്പൊ അവളുടെ അച്ഛൻ അവളെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും, ഇല്ല അച്ഛ, ഞാൻ ഇനി എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് അവൾ വാശി പിടിച്ചിരിക്കുകയാണ്. അവളുടെ അച്ഛൻ പരമാവധി പറയുന്നുണ്ടെങ്കിലും പെൺകുട്ടി കേൾക്കുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ വീട്ടിൽ വെച്ച് അവൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. വലിയ വീടാണ്, ആ റൂമിൽ അവൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് പേടിച്ചു പോയി. പിന്നീട് പതിയെ ജനലിനരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ നനഞ്ഞ കാലുമായിട്ട് നടന്നാൽ ഒരു കാൽപ്പാടുണ്ടാവില്ലേ, അതുപോലെ നനഞ്ഞ കാൽപ്പാടുകൾ കാണുകയാണ്. മാത്രമല്ല ഈ മുറിയിൽ ആരും ഒരാൾ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നീട് അവൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അപ്പുറത്തെ മുറിയിലായിട്ട് അവൾ ഒരു പെട്ടി കാണുകയാണ്. ഈ പെട്ടിയാണ് തുടക്കത്തിൽ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് എടുത്തത്. ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് അവൾ ആ ഒരു പെട്ടിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടി പെട്ടെന്ന് ഇളകുകയാണ്. അതിന്റെ കൂടെ തന്നെ പിന്നിൽ നിന്നും രണ്ട് കൈകൾ വന്ന് അവളുടെ ഷോൾഡറിൽ കൈവെക്കുകയാണ്. പിന്നീട് ആ പെൺകുട്ടിയുടെ ഒരു നിലവിളി കേൾക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി. ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. എന്നാൽ ഇവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, നോ വൺ ഗെറ്റ് ഔട്ട് അലൈവ്, ജീവനോട് ഒരുത്തനും പുറത്തു പോയില്ല എന്ന്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു കണ്ടെയ്നർ പെർമിഷൻ ഇല്ലാതെ തന്നെ അമേരിക്കൻ ബോർഡർ താണ്ടി വന്നിരിക്കുകയാണ്. കാരണം അതിനുള്ളിലായിട്ട് അനധികൃതമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ചില ഗേൾസ് ഇതിൽ കയറി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും ആ ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ടിവിയിലൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ടാവില്ലേ, ഇല്ലീഗലായിട്ട് കയറിയ ആൾക്കാരൊക്കെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അതേ പരിപാടിയിലാണ് ഈ ഗേൾസ് മുഴുവനായിട്ടും കണ്ടെയ്നറിൽ അമേരിക്കയിൽ വന്നിറങ്ങുന്നത്. ആ കൂട്ടത്തിലുള്ള ഒരു ലേഡിയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ആംബർ. എന്തായാലും US-ൽ അവൾ വന്നിറങ്ങിയ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ അവൾക്കൊരു ഐഡിയ ഇല്ല, ഒരു ജോലിയില്ല, താമസിക്കാൻ ഒരു സ്ഥലമില്ല. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം അലഞ്ഞങ്ങനെ നടക്കുകയാണ്. താമസിക്കാനായിട്ട് എവിടെ ചെന്നാലും ആ വീട്ടുകാർ ആദ്യം ചോദിക്കുന്നത് നിന്റെ ഐഡിയ എവിടെയെന്നാണ്. കാണിച്ചു കൊടുക്കാൻ ഐഡിയ ഉണ്ടോ, ഇല്ല. പിന്നീട് താൽക്കാലികമായിട്ട് ഒരു ടൈലർ ഷോപ്പിൽ അവൾ ജോലിക്ക് കയറുന്നുണ്ട്. ഈ തുണിയെല്ലാം തയ്ക്കുന്ന ജോലി ഉണ്ടല്ലോ, അതിന് തന്നെ. അങ്ങനെ ഇരിക്കെ താമസിക്കാനായിട്ട് ചെറിയ റെന്റിൽ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടും എന്നുള്ളൊരു പോസ്റ്റർ അവൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നേരെ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. അതൊരു പഴയ വീടായിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ ഒരു പ്രേത വീട് പോലെ തോന്നുന്നുണ്ടല്ലേ. അതിന്റെ ഓണർ റെഡ് എന്ന് പേരുള്ള ഒരാളാണ്. കണ്ടാൽ തന്നെ പരുക്കനായിട്ട് ചിരിക്കാത്തൊരു മനുഷ്യൻ. എന്തായാലും അങ്ങോട്ടേക്ക് വന്നിട്ട് ആംബർ ബിൽഡിംഗ് എല്ലാം നോക്കുന്ന സമയത്ത് റെഡ് പറയണ, പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അധികം വൈകാതെ എല്ലാം വൃത്തിയാകും. എന്തായാലും നമ്മുടെ ആംബർ ഇവിടെ നോക്കുമ്പോൾ ആരുമില്ല, അവള് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് താഴെ കൂടെ ഒരു പെൺകുട്ടി നടന്നു പോവാണ്. അത് കണ്ടപ്പോൾ റെഡ് പറയാണ്, അവളോട് മിണ്ടാനും നിൽക്കണ്ട കേട്ടോ, ഒരു ഇൻട്രോവേർട്ട് ആണ്, ആരോടും സംസാരിക്കില്ല. പിന്നീട് ആംബറിനുള്ള മുറി ഈ റെഡ് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം ഒരു പഴയ സെറ്റപ്പ്. അപ്പൊ എല്ലാം വൈകാതെ ശരിയാക്കുമെന്ന് ഈ ആംബറിനോട് റെഡ് പറയണം. മാത്രമല്ല 1 മാസത്തെ വാടക അതിപ്പോ തന്നെ തരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്ര ചീപ്പായിട്ട് ഒരു അപ്പാർട്ട്മെന്റും കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അഡ്വാൻസ് ആയിട്ട് തന്നെ 1 മാസത്തെ റെന്റ് അവൾ കൊടുക്കുകയാണ്. പിന്നീട് അവളുടെ സാധനങ്ങളെല്ലാം വെച്ച് ഒന്ന് റിലാക്സ് ആവണം കേട്ടോ. അമേരിക്കയിൽ വന്നതിന് ശേഷം മര്യാദക്കൊന്നും കിടക്കാനോ ഇരിക്കാനോ അവൾക്ക് പറ്റിയിട്ടില്ല. പിന്നീട് ഫോൺ എടുത്ത് അവളുടെ അമ്മയുടെ വോയിസ് അവൾ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയാണ്. അതായത് ആംബറിന് അവളുടെ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ആ ഒരു ഫീൽ അവൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അതൊരു തോന്നലായിരിക്കും എന്ന് കരുതി പിന്നീട് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കരച്ചിലൊന്നും കേൾക്കാനില്ല. എന്നാ പിന്നെ തോന്നൽ തന്നെയാണ്. എന്നാലും എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ
ആ ഒരു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 ഗേൾസ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഓണർ ആയിട്ടുള്ള റെഡ് പറഞ്ഞത് ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ എന്നാ. അങ്ങനെയാണെങ്കിൽ ആ മുകളിൽ നിൽക്കുന്നത് ആരായിരിക്കും? എന്തായാലും കുറെ നേരമൊന്നും അവള് പുറത്ത് നിന്നില്ല കേട്ടോ. വേഗം റൂമിൽ കയറി നന്നായിട്ടൊന്ന് വിശ്രമിക്കുകയാണ്. രാവിലെ ആയപ്പോൾ തന്നെ ഒന്ന് റെഡി ആയിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇന്നലെ അവള് കണ്ടില്ലേ അധികം സംസാരിക്കാത്ത ഒരു ലേഡി ഫ്രിജ, അവളുടെ ദേഹത്ത് അറിയാതെ തട്ടിപ്പോവാണ്. പിന്നീട് ആ സ്ത്രീയോട് ആംബർ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് യാതൊരു മൈൻഡും ഇല്ലാതെ അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. റെഡ് പറഞ്ഞതുപോലെ തന്നെ. ഇതിനുശേഷം നേരെ ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കുറേയധികം ലേഡീസ് ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നോക്കാനായിട്ട് ഒരു മാനേജറും ഉണ്ട്. അറിയാലോ, ഇങ്ങനെയുള്ള മാനേജേഴ്സ് ഒക്കെ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, എപ്പോഴും ചൂടായിക്കൊണ്ട് തന്നെയാ. എന്നാൽ ആ ഒരു ജോലി സ്ഥലത്ത് വെച്ച് നമ്മുടെ ആംബറിന് ഒരു സുഹൃത്തിനെ കിട്ടുന്നുണ്ട് കേട്ടോ, ജെനിഫറിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആംബർ ഇല്ലീഗൽ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ഐഡിയ ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട താമസം ആംബർ അപ്പൊ തന്നെ പറയണ, തീർച്ചയായിട്ടും എനിക്ക് ഐഡിയ വേണമെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാശ് ചെലവാക്കേണ്ടി വരും, ഞാൻ നോക്കട്ടെ എന്ന് ആംബർ പറയാണ്. ഇതിനുശേഷം ആംബർ വിളിക്കുന്നത് അമേരിക്കയിൽ നേരത്തെ വന്ന് സെറ്റിൽ ആയിട്ടുള്ള അവളുടെ കസിൻ ആയിട്ടുള്ള ജോയിയാണ്. അപ്പൊ ജോയി വിളിച്ചിട്ട്, ഞാൻ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജോയി തീർച്ചയായിട്ടും അതിനെന്താ, ഇങ്ങോട്ടേക്ക് വാന്ന് പറയാണ്. അങ്ങനെ ജോയിയുടെ വീട്ടിലേക്ക് എത്തി. മാത്രമല്ല പുറംനാട്ടിൽ നിന്ന് ഒരു കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യല്ലോ, നല്ലൊരു വിരുന്ന് തന്നെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ജോയിയുടെ ആ ഒരു ഭാര്യയുടെയും വർത്താനത്തിന് ഒരു കാര്യം മനസ്സിലായി. ജോയി ആളൊരു നല്ല മനുഷ്യനാണ്. പക്ഷെ ഭാര്യ, അവൾക്ക് നമ്മുടെ ആംബർ വന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജോയി ഒരു കാര്യം പറയുന്നുണ്ട്, അടുത്ത ആഴ്ച ഇവിടെ ഒരു പാർട്ടി ഉണ്ട്, തീർച്ചയായിട്ടും നീ വരണം. പക്ഷേ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വരുന്ന സമയത്ത് ID കാർഡ് എടുക്കാൻ മറക്കരുത് കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എവിടേക്കും പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അങ്കിൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് അങ്കിളിനോടൊരു സഹായം ചോദിക്കാനായിട്ട് ഒരു മടി തോന്നുകയാണ്. ഇതേ നേരം തന്നെ നല്ല തണുപ്പായതുകൊണ്ട് അവൾ അങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ജോയി ഭാര്യയോട് പറയണത്, നിന്റെ പഴയ കോട്ട ഏതെങ്കിലും ഉണ്ട്, അവൾക്കൊന്ന് കൊടുത്തേക്കെന്ന് പറയണം. എന്നാൽ ജോയിയുടെ ഭാര്യയ്ക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. എന്തായാലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഈ ആംബറിന് ഒരു കാര്യം മനസ്സിലായി. എന്തായാലും അധികം നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവർക്ക് അതിൽ താല്പര്യമില്ല. എന്തായാലും കസിനായിട്ടുള്ള ജോയിയോട് സഹായം ചോദിക്കാനും പറ്റില്ല. പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവള് വേഗം അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അവള് താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഇന്നലെ രാത്രി കേട്ടതുപോലെ ഒരു കരച്ചില് അവള് കേൾക്കുന്നുണ്ട്. പതിയെ ആ ഭാഗത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു റൂമിന്റെ ഓണർ ആയിട്ടുള്ള റെഡ് വരികയാണ്. റെഡ് വന്ന പാടനെ പറയുന്നുണ്ട്, അല്ല എങ്ങോട്ടാ പോകുന്നത്, അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നിങ്ങളെ പോലുള്ളവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, നേരെ റൂമിലേക്ക് മാത്രം പോയാൽ മതി എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ പാവം ആംബർ ഇയാളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഞാൻ 1 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തന്നില്ലേ, ഒരു 2 ദിവസത്തേക്ക് അതെനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? കാരണം ജോലിയും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടുള്ള ചെറിയൊരു ആവശ്യത്തിനാണ്. ഇപ്പൊ റെഡ് പറയണേ, അതൊന്നും തരാൻ പറ്റില്ല, കാശ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവായി പോയി എന്ന് പറയണം. ചെറിയൊരു വിഷമത്തിൽ പാവം ആംബർ ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. റൂമിൽ പോയി ഇരിക്കുന്ന സമയത്ത് വീണ്ടും കരച്ചിൽ കേൾക്കുകയാണ്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതൊരു തോന്നൽ മാത്രമാണോ എന്ന് കരുതിയിട്ട് ആംബർ വാതിൽ തുറന്ന് തൊട്ടപ്പുറത്ത് റൂമുണ്ടല്ലോ, അവിടെ ഇന്നലെ ഒരു ലേഡിയെ കണ്ടായിരുന്നു, ഫ്രീജ. എന്നാൽ ആ റൂമിൽ പോയിട്ട് കതക് തട്ടുമ്പോൾ ആരും തുറക്കുന്നില്ല. വാതിൽ പതിയെ തുറന്നു വരികയാണ്. മിക്കവാറും ഫ്രീജ റൂം കാലിയാക്കി പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആ വാതിൽ പടിയിലായിട്ട് ഈ മൈദപ്പൊടി ഉണ്ടല്ലോ, അതുപോലെ എന്തോ ഒരു പൊടി അവിടെ കാണാനുണ്ട്. എന്തായാലും തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ആംബർ പോകുമ്പോൾ ആ റൂമിൽ നിന്നും വളരെ വ്യക്തമായ ഒരു രൂപത്തെ നമുക്ക് കാണുന്നുണ്ട്. ആ രൂപം നമ്മുടെ ആംബറിനെ നോക്കുകയാണ്. പക്ഷെ ആംബർ അതിനെ കാണുന്നില്ല. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ആംബർ അവളുടെ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരു സീനാണ്. അമ്മയുടെ ഈ അവസ്ഥയിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇതേ നേരം തന്നെ ആ ആശുപത്രിയുടെ മുറിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു പെട്ടി അവൾ കണ്ടു. അതിൽ നിന്നും പെട്ടെന്നൊരു കൈ പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ആംബർ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് അവൾ ഇപ്പൊ കണ്ട കാര്യം അത് വെറും ഒരു സ്വപ്നമായിരുന്നു. അവളുടെ അമ്മയുടെ ആ ഒരു ഓർമ്മകൾ, അതുപോലെ തന്നെ ആ ഓർമ്മയിൽ കണ്ട ആ ഒരു പെട്ടി, ഇതെല്ലാം വെറും ഒരു സ്വപ്നമായിരുന്നു. അവളിപ്പോ ബസ്സിൽ നേരെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ആ സമയത്താണ് ആ ഒരു സ്വപ്നം കണ്ടത്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന പാടേനെ മാനേജറുടെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പാട് മാനേജർക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നോട് കാശ് അഡ്വാൻസ് ചോദിക്കാൻ മാത്രം നീ ആരടി? നിന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇട്ടിട്ട് പോയേക്ക്, അവളുമാര് വന്നോളും ജോലി ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ മോശമായിട്ട് ഇയാൾ സംസാരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ മാനേജർ ഒരു പരമ ചെറ്റയാണ് കേട്ടാ. എന്തായാലും ഒരുപാട് വിഷമായ ആംബർ ജോലി ചെയ്യാനായിട്ട് തിരിച്ചു പോകണം. അപ്പൊ അവളുടെ അരികിലൂടെ ഒരു ചെറിയ ചിത്രശലഭം അങ്ങനെ പാറി നടക്കുകയാണ്. പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് അവളുടെ ഷോൾഡറിൽ കൈ വെക്കുന്നുണ്ട്. അവളാകെ ഞെട്ടി തരിച്ചു പോയി കേട്ടോ. എന്തായാലും ഇവിടെ വന്നത് മുതലേ ഓരോരോ ദുസ്വപ്നങ്ങളും ഓരോ തോന്നലുകളും എല്ലാം അവളുടെ ഉള്ളിലേക്ക് വരികയാണ്. പിന്നീട് ആ ജോലി സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരി ഉണ്ടല്ലോ, ജെനിഫറിന്റെ കൂടെ 2 എണ്ണം അടിക്കാനായിട്ട് വൈകുന്നേരം ഒന്ന് ബാറിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ആംബറിനെ നോക്കിയിട്ട് ജെനിഫർ ചോദിക്കുന്നുണ്ട്, എന്താണ്, കാശൊന്നും റെഡി ആയില്ലേ? ഇപ്പൊ ഭയങ്കര സങ്കടത്തില് ആംബർ പറയണ, ഇല്ലടോ കാശൊന്നും റെഡി ആയിട്ടില്ല, പകുതി കാശിന്റെ കയ്യിലുണ്ട് ഇപ്പോ, പക്ഷെ കുറെ ശ്രമിച്ചിട്ടും അതിന്റെ ബാക്കി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ ജെനിഫർ പറയണ, ഓക്കെ എന്തായാലും നീ എന്റെ സുഹൃത്തായി പോയില്ലേ, ഉള്ള കാശ് കൊണ്ടാ, എങ്ങനെയെങ്കിലും ഞാൻ നിനക്ക് ഒരു ID കാർഡ് സെറ്റ് ആക്കി തരാം. ഇത് കേട്ടപ്പോ ആംബർ കുറച്ച് ഹാപ്പി ആവാണ് കേട്ടോ. വേഗം തന്നെ അവൾ ആ ഒരു കാശ് ജെനിഫറിന് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം അവൾ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോവാണ്. പോയ വാർഡ് തന്നെ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. ഒരു മൊട്ടത്തലയൻ ഒരു വാതിലിന്റെ അരികിലേക്ക് ചെന്നിട്ട് ആ വാതിലിന് ഇയാളുടെ തലയിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ആംബർ വിചാരിച്ചു അതൊരു തോന്നലായിരിക്കുന്നു. എന്ന കണ്ണെല്ലാം തിരുമ്മി നോക്കിയപ്പോ അത് തോന്നലൊന്നുമല്ല, ശരിക്കും ആ കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്.
വിളിക്കുന്നുണ്ട്. വേഗം തന്നെ പിന്നീട് ആംബർ അവളുടെ മുറിയിലേക്ക് പോവാണ്. പിന്നീട് കുറച്ചു നേരം അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് താഴെ നിന്നും ഒരു സംസാരം കേൾക്കുകയാണ്. വാതിൽ തുറന്ന് താഴേക്ക് നോക്കിയപ്പോൾ പുതുതായിട്ട് 2 ലേഡീസ് കൂടെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ആംബർ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരുമായിട്ട് സംസാരിക്കുകയാണ്, കമ്പനി ആവാൻ നോക്കുകയാണ്. പിന്നീട് ആംബർ പറയുന്നുണ്ട്, ഇത്ര ചെറിയ റെന്റിൽ റൂം കിട്ടിയത് എന്തോ വലിയ ഭാഗ്യമായല്ലേ. ഇപ്പൊ അതിന് മറുപടിയായിട്ട് ബാക്കിയുള്ള 2 ഗേൾസും പറയുന്നത്, റെന്റ് എല്ലാം കുറവാണ്, പക്ഷെ ഇതിന്റെ ഓണർ ആയിട്ടുള്ള ആ റെഡ് ഉണ്ടല്ലോ, അവൻ അടുത്തേക്ക് വരുമ്പോ തന്നെ ഒരുമാതിരി ഒരു പന്തികേട് തോന്നുകയാണ്. എന്താണെന്നറിയില്ല, അവൻ എന്തോ ഒരു ഉടായ്പുണ്ട്. ഇതേ സമയത്ത് തന്നെ കിച്ചണിലേക്ക് റെഡ് വരുന്നുണ്ട്. അപ്പൊ റെഡിനെ കണ്ട പാട് തന്നെ ആംബർ ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ വാടക കൊടുക്കുള്ളൂ എന്നൊക്കെ. എന്നാൽ ഞാൻ കയറി വരുമ്പോൾ തലയെല്ലാം ക്ലീൻ ഷേവ് ചെയ്ത നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളെ ഞാൻ അവിടെ കണ്ടല്ലോ. ഇപ്പൊ റെഡ് പറയണു, ഓ സോറി കേട്ടോ, അതെന്റെ ചേട്ടനാണ്. ചേട്ടന് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മെന്റലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചേട്ടൻ ഞാൻ അധികം പുറത്തേക്ക് ഇറക്കാറില്ല, സോറി കേട്ടോ, ക്ഷമിക്കണം എന്ന് പറയണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആംബർ വീണ്ടും ഈ റെഡിനെ കണ്ടൊന്ന് സംസാരിക്കാന്ന് തീരുമാനിക്കുകയാണ്. കാരണം അയാൾ ആ ഒരു കാശ് തന്നു കഴിഞ്ഞാൽ ജെന്നിഫറിന് അതിന്റെ ബാക്കി കൊടുക്കാലോ, അവൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കാതെ തന്നെ ആ ഒരു ID കാർഡ് തരുമല്ലോ. സോ രണ്ടാമത് ഒന്നുകൂടെ ചോദിക്കാനായിട്ട് ആംബർ ഇപ്പോൾ റെഡിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ചുറ്റും നോക്കുന്ന സമയത്ത് ആ റൂം വളരെയധികം വ്യത്യസ്തമായിരുന്നു കേട്ടോ. പഴയ ഒരുപാടധികം വസ്തുക്കൾ, സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടതുപോലെ ഈ ചിത്രശലഭങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ്, അതുപോലെ വേറെയും ഒരുപാട് പഴയ വസ്തുക്കൾ കേട്ടാ. കാണുമ്പോൾ തന്നെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുക. ഇതേ നേരം തന്നെ അവിടെ ഒരു ടേപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഹെഡ്സെറ്റ് ഇപ്പൊ ആംബർ എടുത്ത് ചെവിയിൽ വെക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവൾക്ക് തിരിയാത്ത ഭാഷയിൽ എന്തോ ഒരു മന്ത്രം ഗോ 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 എന്നൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അതിലൊരു കാര്യവും പറയുന്നുണ്ട്, ഇളം പെൺകുട്ടികൾ, നല്ല പെൺകുട്ടികൾ, ഇവരെല്ലാം ബലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും എന്നൊക്കെ പറയുന്ന എന്തോ ഒരു മന്ത്രം. വളരെയധികം വിചിത്രമായിട്ടുള്ള ശബ്ദമായതുകൊണ്ട് തന്നെ ആംബർ വേഗം ആ ഒരു ഹെഡ്സെറ്റ് ഊരി താഴെ വെക്കാണ്. ഇതേ നേരം തന്നെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കാണുന്നുണ്ട്. ഒരാളും അയാളുടെ ഭാര്യയും കൂടെ ഒരു പെട്ടിയുടെ അരിയിൽ അങ്ങനെ നിൽക്കുന്നത്. മിക്കവാറും ചിലപ്പോ ഇതാ ഒരു റെഡിന്റെ അച്ഛനും അമ്മയും ആയിരിക്കണം. ഇതേ നേരം തന്നെ ആ റൂമിൽ വെച്ച് ആ ഒരു ബോക്സും അവള് കാണുകയാണ്. അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള ഒരു രൂപം, ഒരു മനുഷ്യരൂപമാണ്. എന്നാൽ ഇരുട്ടിൽ അങ്ങനെ ഒരു രൂപം അവളെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് കൊണ്ട് തന്നെ അവൾ ആകെ പേടിച്ചുപോയി. പിന്നീട് വേഗം തന്നെ റൂമിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇതിനുശേഷം നന്നായിട്ടൊന്ന് വിശ്രമിച്ച് രാവിലെ ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് റെഡി ആയിട്ട് ജോലിക്ക് പോവാണ്. കാരണം ഇന്ന് ID കാർഡുമായിട്ട് ജെന്നിഫർ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഈ ആംബർ അങ്ങോട്ടേക്ക് ചെന്നത്. എന്നാൽ എത്ര നേരം കഴിഞ്ഞിട്ടും ജെന്നിഫർ വരുന്നില്ല. ചിലപ്പോൾ അവൾ എന്നെ പറ്റിച്ചതായിരിക്കോ. ആംബറിന് അങ്ങനെയൊക്കെ ഓരോ തോന്നൽ തോന്നുകയാണ്. 2ാമത്തെ ദിവസവും അവൾ വന്നില്ല, 3ാമത്തെ ദിവസവും വന്നില്ല. അതുകൊണ്ട് ക്ഷമ നശിച്ചു പോയ ആംബർ ഇപ്പോൾ നേരെ മാനേജറുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ജെന്നിഫറിനെ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അവളുടെ അഡ്രസ്സ് കയ്യിലുണ്ടോ ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കാൻ നീയാരാ, മര്യാദക്ക് പോയി ജോലി ചെയ്യുന്ന പറയാണ്. എന്നാൽ കാശ് പോയതിന്റെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആംബർ കുറച്ചധികം ദേഷ്യത്തിൽ മര്യാദക്ക് അവളുടെ അഡ്രസ്സ് തന്നെന്ന് പറയണം. അവളുടെ ആ ഒരു സംസാരത്തിന്റെ ശൈലി മാറിയപ്പോൾ തന്നെ മാനേജർ ആകെ കൂടി അങ്ങോട്ട് പ്രാന്തളകിയിട്ട് നിനക്കിനി ഇവിടെ ജോലിയില്ല, ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയണം. അങ്ങനെ ആ പാവത്തിന് ആകെ ഉണ്ടായിരുന്ന ആ ജോലി കൂടെ നഷ്ടമാകുകയാണ്. അവളിപ്പോ ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമത്തിലാണ്. കാരണം ID കാർഡ് ഇല്ലാതെ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ജോലിയും പോയില്ല. അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ട് കുളിക്കാനായിട്ട് പോവാണ്. അവിടെ കോമൺ ബാത്റൂമേ ഉള്ളൂ. എന്തായാലും കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും താഴെ നിന്നും ശബ്ദങ്ങൾ കേൾക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ശബ്ദം നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ അവൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കർട്ടന്റെ അപ്പുറത്തായിട്ട് ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആംബർ വേഗം തന്നെ ആ ഒരു കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല. എന്താ ഇത്, ആകെ കൂടി വല്ലാത്തൊരു അവസ്ഥ. അവൾക്കാകെ പ്രാന്ത് പിടിച്ച് ആ ഒരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പൊ തന്നെ അവിടേക്ക് റെഡ് വരുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒന്നുമില്ല. ഈ സമയത്ത് ആംബർ ഈ റെഡിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ എന്റെ റൂമിന്റെ തൊട്ടടുത്തായിട്ട് ഫ്രീജ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവരെവിടെ പോയി ചോദിക്കുമ്പോൾ അവര് വെക്കേറ്റ് ചെയ്ത് പോയി. ഓ, അവര് പോയല്ലേ, ശരി എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആംബർ അവളുടെ മുറിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ റെഡ് പറയണം, ഒന്ന് നിൽക്ക്, എന്താ കാര്യം ചോദിച്ച് ആംബർ വന്നപ്പോൾ നിങ്ങൾ കാശ് ചോദിച്ചായിരുന്നല്ലോ, വേണമെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് കാശ് തരാട്ടോ. ഇപ്പൊ ആംബർ ചോദിക്കുക, അല്ല നിങ്ങളല്ലേ പറഞ്ഞ കയ്യിൽ കാശില്ലാന്ന്. അതല്ല, പുതിയ 2 ലേഡീസ് വന്നില്ലേ, അവരുടെ അഡ്വാൻസ് കിട്ടിയാൽ ആ കാശ് കൊടുക്കാന്ന് ആംബറിനോട് ഇപ്പൊ ഈ റെഡ് പറയാം. എന്തായാലും ആംബറിന് കുറച്ച് ആശ്വാസമായി കേട്ടോ. നേരെ റൂമിലേക്ക് പോണ്. വേഗം തന്നെ കഥക് കുറ്റിയിടുകയാണ്. നന്നായിട്ട് പേടിച്ചു പോയി. ബാത്റൂമിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാരണം തന്നെ. പിന്നീട് ബെഡിൽ വന്ന് കിടന്നിട്ട് അവളുടെ ഫോണിൽ അവളുടെ അമ്മയുടെ ആ ഒരു വോയിസ് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയാണ്. കാരണം അത് കേൾക്കുമ്പോഴേ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ സമയത്തും അവളുടെ റൂമിലൂടെ ആരോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്, ഇതെന്ത് തേങ്ങയായത്, ഒരു സമാധാനം ഇല്ലല്ലോ. ഇതും വിചാരിച്ച് അവൾ വാതിൽ തുറന്ന് ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരുടെ കണ്ണുകൾ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരെ കാണാതാവാണ്. എന്നാൽ അവർ നടന്നു പോയതിന്റെ ആ ഒരു ഈർപ്പം നിറഞ്ഞ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ആകെ ഇളകുന്നത് പോലെ ആംബറിന് തോന്നുകയാണ്. മാത്രമല്ല, ഇപ്പൊ കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു പ്രാന്തിയെ പോലെ മറ്റൊരു പെൺകുട്ടി എങ്ങോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോവാണ്. ഈ കാണുന്നതൊക്കെ സത്യം തന്നെയാണോ, അല്ലെങ്കിൽ മാനസികമായിട്ട് വല്ല പ്രശ്നം, എന്റെ തലക്ക് പ്രാന്തായതാണോ, ഒന്നും തിരിയാതെ ആംബർ ഇതിന്റെ പിന്നിലെ രഹസ്യം അറിയാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ ഒരു മുറിയുടെ വാതിലിന്റെ മുന്നിലായിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അത് നോക്കി നിൽക്കുന്ന ആംബറിന്റെ പിന്നിലായിട്ട് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തായാലും ആംബർ ആ ഒരു പെൺകുട്ടിയെ നോക്കി നിൽക്കെ ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ എന്തായാലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കൈ വന്നിട്ട് ആ പെൺകുട്ടിയുടെ കാല് പിടിച്ച് ഒരൊറ്റ
വലിയാണ് ആ റൂമിലേക്ക്. ഇത് കണ്ട പാടിനെ പേടിച്ച് വിറച്ച ആംബർ ഒരേറ്റ ഓട്ടാണ് റൂമിക്ക്. പിന്നെ ഒന്നും നോക്കില്ല, അവളുടെ എല്ലാ സാധനവും എടുത്ത് മടക്കി നേരെ ബാഗിലേക്ക് കുത്തി തിരികെ വെക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല, പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല, ജീവൻ പോവാതെ നിന്നാ മതിയല്ലോ. അതിന് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകണം. അതേ സമയത്തിന് ആംബർ അവളുടെ ആ ഒരു കസിൻ ഉണ്ടല്ലോ ജോയി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ജോയിയോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയണം. ജോയി, എന്നെ നീ ഹെൽപ്പ് ചെയ്തേ മതിയാവുള്ളൂ, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അയച്ചു നീ. ഇപ്പൊ എന്താ പറ്റിയെന്നൊക്കെ ജോയി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നീ എത്രയും പെട്ടെന്ന് കുറച്ച് കാശ് അയച്ചുക. ആ സമയത്ത് ജോയി പറയണം, ഞാൻ ഇവിടെ ഇല്ല, ഞാനിപ്പോ പുറംനാട്ടിലാണ്. അല്ല, കാര്യം എന്താണെന്ന് വിശദമായിട്ട് പറ. ഈ സമയത്ത് ആംബർ എല്ലാ കാര്യങ്ങളും A to Z വിടാതെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ലീഗലായിട്ട് വന്ന കാര്യം, ഐഡിയ ഇല്ലാത്ത കാര്യം, അതുപോലെ ഈ വീടിന്റെ പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ ഈ ജോയി ആകെ ഞെട്ടിപ്പോണ്. ആംബറെ, സത്യം പറഞ്ഞാൽ നീ എന്നെ പെടുത്താൻ പോവാണോ? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് നേരെയും കംപ്ലൈന്റ് ഉണ്ടാവും. ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ കുറച്ച് ദിവസം എടുക്കും. അതുകൊണ്ട് പരമാവധി ആ ഒരു കുറച്ച് ദിവസം നീ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നു പറയണം. പക്ഷേ ഈ ജോയി വരുന്നതും കാത്ത് ഇവിടെ നിൽക്കാനുള്ള ധൈര്യം നമ്മുടെ ആംബറിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നേരെ റെഡിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ റെഡിന് പകരം വാതിൽ തുറന്നത് മറ്റൊരാളായിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു മൊട്ട, തലയെല്ലാം ക്ലീൻ ഷേവ് ചെയ്ത്, മുഖം കണ്ടാൽ ഭയങ്കരമായിട്ടുള്ള ഗൗരവ ഭാവം, ആജാനുബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇയാളിപ്പോ നിനക്ക് എന്താ വേണ്ടതെന്ന് ആംബറിനോട് ചോദിച്ചപ്പോ, നിങ്ങളുടെ ബ്രദർ ഇല്ലേ റെഡ്, അയാൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്റെ അഡ്വാൻസ് കാശ് തരാന്ന് റെഡ് പറഞ്ഞായിരുന്നു. ഇത് കേട്ടപ്പോ ഈ റെഡിന്റെ ബ്രദർ പറയാണ്, റെഡും ഇല്ല ആരുമില്ല, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കാന്ന് പറയണം. അവൾ ആകെ പിടിച്ചുപോയി. വേഗം ചെന്ന് അവളുടെ ആ ഒരു ബാഗ് എടുത്ത്, കാശ് വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ അതിനുശേഷം അവളുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഒരു ദുരന്തമായിട്ട് മാറുകയാണ്. എവിടെ പോയാലും എല്ലാ ആൾക്കാരും ചോദിക്കുന്നത്, നിനക്ക് ID കാർഡ് ഉണ്ടോ? ID കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാന്നാണ്. എന്നാൽ ID കാർഡ് ആംബർ എങ്ങനെ കാണിച്ചു കൊടുക്കും? അവൾക്ക് ID കാർഡ് ഇല്ലല്ലോ. പിന്നീട് 2-3 ദിവസം ആ ഒരു തെരുവിലൂടെ അങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. എടുക്കാനും ഇരിക്കാനും ഒന്നും ഒരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നേരെ മെട്രോ ട്രെയിനിൽ പോവാണ്. കുറെ നേരം അങ്ങോട്ട് യാത്ര ചെയ്യും, പിന്നെ തിരിച്ചു വരും. അതിന്റെ ഉള്ളിൽ തന്നെ അവൾ അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ്, അതിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. പെട്ടെന്ന് ആ കമ്പാർട്ട്മെന്റിലെ ലൈറ്റ് എല്ലാം പതിയെ ഓഫ് ആവാൻ തുടങ്ങുകയാണ്. അതുപോലെ പെട്ടെന്ന് ഒരു ഭാഗത്തെ ലൈറ്റ് മാത്രം കത്തിയിട്ട് അതിന്റെ താഴെ ഒരു പെട്ടി കാണുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു പെട്ടിയുടെ ഒരു ഭാഗം തുറന്ന് ഒരു കൈ പതിയെ പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടപാട് തന്നെ ഞെട്ടിത്തരിച്ച് ചാടി എഴുന്നേൽക്കാണ് അവളിപ്പോ ട്രെയിനിലല്ല, പകരം ഒരു ചായക്കടയിലാണ്, ഒരു കോഫി ഷോപ്പ്. എന്തായാലും എഴുന്നേറ്റ സമയത്ത് ഒരു കോഫി കൂടെ അവൾ ഓർഡർ ചെയ്യാണ്. കുറെ നേരമായി ചായയും കുടിച്ച് അവൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അവിടെയുള്ള വെയിട്രസ് വരെ ഇത് കുറെ നേരമല്ലേ ഇവിടെ ഇരിക്കുന്നത്, എണീച്ച് പോകുന്നൊന്നുമില്ലേ. അങ്ങനെ പെറുപുറത്തുകൊണ്ട് ആ ലേഡി അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും ഇല്ല ആംബറിന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഗതികെട്ട ലൈഫാണ് ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ. ഈ നേരത്ത് ദാണ്ടേ വരുന്ന ഒരു പോലീസുകാരൻ, ഇടിവെട്ടിവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്നൊരു അവസ്ഥയാണ് കേട്ടോ. ആംബർ പതിയെ ആ ഒരു ചെയറിൽ ചെരിഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് പതിയെ റെഡിനെ കോൾ ചെയ്യാണ്. പിന്നീട് അവൾ ഇരിക്കുന്ന ആ ഒരു കോഫി ഷോപ്പിലേക്ക് ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അധികം വൈകാതെ റെഡ് അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് റെഡിനോട് ആംബർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിനി എന്തായാലും അങ്ങോട്ടേക്ക് താമസത്തിന് വരുന്നില്ല, അപ്പൊ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്ന ആ ഒരു കാശ് അത് തിരിച്ചു തരാൻ പറ്റും. ഇത് കേട്ടപ്പോൾ റെഡ് പറയണു, ഓഹോ, കാശ് ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? എന്നാ പിന്നെ നീ എന്റെ കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് വരേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ എന്റെ കയ്യിൽ കാശ് ഇപ്പം ഇല്ല. എന്നാൽ അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും വരില്ല എന്ന് തന്നെ ആംബർ പറയാണ്. അപ്പൊ റെഡ് പറയണ, നീ പേടിക്കൊന്നും വേണ്ട, എനിക്കറിയാം ആ ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന്. എന്നാൽ അതൊക്കെ വെറും തോന്നലാണ്, അത് പഴയ ഒരു വീടാണ്. ഞങ്ങളും അതുപോലെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ നിന്ന് പോകുന്നു മാത്രം. ഇപ്പൊ എന്റെ കൂടെ വരികയാണെങ്കിൽ നിനക്ക് നിന്റെ കാശ് തിരിച്ചു തരാന്ന് പറയണം. അല്ലാതെ കാശ് തരാനായിട്ട് ഒരു വട്ടം കൂടെ വരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ അറിയാലോ, എന്റെ ചേട്ടന് അദ്ദേഹത്തിന് തീരെ സുഖമില്ല, അതുകൊണ്ട് അധികം നേരം ഒറ്റയ്ക്കാകാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ആ വീട്ടിൽ നീ കാണുന്ന ആ ഒരു പഴയ വസ്തുക്കൾ അതൊന്നും ഞാനോ എന്റെ ചേട്ടനോ കൊണ്ടുവച്ചതല്ല. ഞങ്ങളുടെ അച്ഛൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ചതാണ് അതെല്ലാം. ഇനിയിപ്പോ അതെല്ലാം കണ്ടാണ് നീ പേടിക്കുന്നെങ്കിൽ യാതൊരു കാര്യമില്ല, ഞങ്ങളും ആ ഒരു കാര്യങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ പേടിക്കൊന്നും വേണ്ട, എന്റെ കൂടെ വന്നാൽ ആ ഒരു കാശ് തരാം, കാശ് മേടിച്ച് നീ പൊയ്ക്കുമെന്ന് പറയാണ്. അങ്ങനെ ഇപ്പോ റെഡിന്റെ കൂടെ ആംബർ പോകുന്നുണ്ട്. അപ്പാർട്ട്മെന്റിൽ എത്തിയപാട് തന്നെ അവൾക്ക് ശേഷം വന്ന ആ ഒരു 2 പെൺകുട്ടികളുണ്ടല്ലോ, രണ്ടുപേരും അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അപ്പൊ റെഡ് ചീത്ത പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ. എന്നാൽ റെഡിന് യാതൊരു വിലയും കൊടുക്കാതെ ഒന്ന് പോയടാ അവിടുന്ന്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മദ്യപിക്കും, സിഗരറ്റ് വലിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ആംബറിനെ വിളിക്കുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആംബർ നേരെ അവളുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവളുടെ റൂമിലാണ് റെഡ് കാശ് വെച്ചിട്ടുള്ളത്. അവൾ റൂമിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് കരുതിയിട്ട് റെഡ് ഓൾറെഡി കാശ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലെ റെഡ് അത്ര മോശം ആളൊന്നും അല്ല കേട്ടോ, അയാളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയി എന്ന് മാത്രം. ഇപ്പൊ ആംബറിനും അത് തോന്നുകയാണ്. അവൾ വേഗം റൂമിലേക്ക് വന്നിട്ട് ആ ഒരു ക്യാഷ് അവിടുന്ന് തപ്പിയെടുക്കാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയിട്ടും ക്യാഷ് കാണാനില്ല. ആ നേരത്ത് റെഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ എന്തോ അയാളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു വ്യത്യാസം പോലെ, സംസാരത്തിലും ഒരു വ്യത്യാസം. എന്താണ്, പൈസ നോക്കുകയാണോ? നോക്കിയിട്ട് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് ആംബർ പറയുന്നുണ്ട്. അതേ നേരം തന്നെ റെഡ് ഒരു കാര്യം പറയുന്നുണ്ട്. നിനക്കറിയാലോ, എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. പുരാതനമായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അവരെടുത്തുകൊണ്ടെന്ന് ഇവിടെ വെച്ചു എന്ന് പറയുന്നില്ലേ, അതിൽ മാന്ത്രികമായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ അമ്മയെ കൊന്നത്. ഇപ്പോ എനിക്കും എന്റെ ചേട്ടനും ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ വേണം. പിന്നെ വേറൊരു കാര്യം നിന്നോട് പറയട്ടെ, ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് ആരോടും എനിക്ക് തോന്നാത്ത ഒരു അനുകമ്പ നിന്നോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് എല്ലാം ഞാൻ പെട്ടെന്ന് തീർത്തോളാം, നിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ ഞങ്ങൾക്കത് നിർബന്ധമായിട്ടും ചെയ്തേ മതിയാവുള്ളൂ. ഇത് കേട്ടപ്പോ ആംബർ ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ ആ റൂമിലേക്ക് ഈ റെഡിന്റെ ബ്രദർ ഉണ്ടല്ലോ, കാട്ടുപോത്തിനെ പോലെ തോന്നിക്കുന്ന ആ ഒരു മനുഷ്യൻ, അയാളുടെ പേര് ബെക്കർ എന്നാണ്. അപ്പൊ ബെക്കർ ഉള്ളിലേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് റെഡ് പറയണ, ചേട്ടാ അനാവശ്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, എല്ലാം നല്ല രീതിയിൽ ഞാൻ ചെയ്യാന്ന് പറയണം. എന്നാൽ റെഡിനോട് ബെക്കർ പറയണം, ഒന്ന് പോയടാ അവിടുന്ന്, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു മദ്യത്തിന്റെ കുപ്പി എടുത്തുകൊണ്ട് പാവം നമ്മുടെ ആംബറിന്റെ വായിലേക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് നിർബന്ധപൂർവ്വം. വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അയാൾ അവളുടെ തല ഇറുക്കി പിടിച്ച് വായിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അത് അവളുടെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അവൾക്കാകെ തല കറങ്ങുന്നത് പോലെ പോവാണ്, അവിടെ തന്നെ വീണു പോവാണ്. പിന്നീട് ആ ഒരു വാതിൽ അടച്ച് ബെക്കറും അതുപോലെ തന്നെ റെഡും അവിടുന്ന് തിരിച്ചു പോവാണ്. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്വബോധം അവൾക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ തന്നെ ആ രണ്ട് സ്ത്രീകളുണ്ടല്ലോ, അവർ രണ്ടുപേരും ഭയങ്കര ഭയത്തിൽ ഓടി വന്നിട്ട് ആംബറിന്റെ റൂമിൽ കയറിയിട്ട് അവർ കഥ അടച്ചു പിടിക്കുകയാണ്. എന്തായാലും ആ വന്ന് കയറിയവരുടെ മുഖത്ത് നല്ല ഭയം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ ആംബർ എന്താ 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 പറ്റിയെന്ന് ചോദിച്ചപ്പോ അതിലൊരു ലേഡി പറയണ, അറിയില്ല, ഇവിടെ വന്നേ പിന്നെ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ഇവിടെ നിൽക്കുന്ന സമയത്തെല്ലാം അവന്റെ ഓർമ്മകൾ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അവന്റെ സ്വപ്നങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ പിന്നീട് പതിയെ പതിയെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം എന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയത്തെ ഇട്ട് തന്നു. ഇപ്പൊക്കെ എന്റെ മോന് സ്വപ്നത്തിൽ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഈ സ്വപ്നം തീരാൻ നേരത്ത് ഞാനൊരു പെട്ടി കാണും, ആ പെട്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരികയാണ്. ഇത് കേട്ടപ്പോ ആംബറും ആകെ ഞെട്ടിപ്പോവാണ്. അതേ അവസ്ഥ തന്നെയാണ് അവൾക്കും ഉണ്ടായത്. ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് അവളുടെ അമ്മയുടെ ഓർമ്മകൾ ഒരുപാട് തവണ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അവൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സ്വപ്നം ചെയ്യാൻ നേരത്ത് അവളും അതേ പെട്ടി തന്നെ കണ്ടായിരുന്നു. ഇതേ അനുഭവം തന്നെ മൂന്നാമത്തെ ആ ഒരു സ്ത്രീയും ഉണ്ടായിട്ടുണ്ട്. അവർ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്വപ്നത്തിൽ കാണുക, സ്വപ്നത്തിന്റെ അവസാനം ഇതുപോലെ ബോക്സ് കാണുക. പിന്നീട് 3 പേർക്ക് മനസ്സിലായി, കാര്യമായിട്ട് 3 പേര് നല്ല രീതിയിൽ ഇവിടെ ട്രാപ്പ് ആയി കിടക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു നിർവാഹവുമില്ല. മാത്രമല്ല അമാനുഷികമായ എന്തോ ഒരു കാര്യം ഈ ഒരു വലിയ വീട്ടിലുണ്ട്. അങ്ങനെ സമയം മുന്നോട്ടേക്ക് പോകുന്തോറും ക്ഷീണം കാരണം ആംബർ പതിയെ പതിയെ മയങ്ങി പോവാണ്. ആ നേരത്ത് പെട്ടെന്ന് അവൾ ആ റൂമിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് പോലെ കാണുകയാണ് കേട്ടോ. ചിലപ്പോ ഈ വീട്ടിൽ വെച്ച് മരണപ്പെട്ട സ്ത്രീകളുടെ ആത്മാക്കളായിരിക്കും അത്. അതുപോലെ തന്നെ ആ റൂമിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അവളുടെ അമ്മ അവളുടെ നേരെ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വാ മോളെ, ഇങ്ങോട്ടേക്ക് വാ മോളെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്നും ആംബർ കണ്ണു തുറക്കുകയാണ്. നോക്കുമ്പോ എന്താണ്, ആ റൂമിലേക്ക് വന്ന റെഡും ഇയാളുടെ ബ്രദർ ആയിട്ടുള്ള ബെക്കറും കൂടെ ബാക്കിയുള്ള ആ 2 ലേഡീസിനെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ആംബർ വെറുതെ ഇരിക്കുവോ, അവരെ ആക്രമിക്കാനായിട്ടും തടുക്കാനും അവള് നോക്കുന്നുണ്ട്. ആംബർ നേരെ ചാടി വീണത് റെഡിന്റെ ദേഹത്തേക്കാണ് കേട്ടോ. ഇയാൾ അത്ര ആരോഗ്യമുള്ള ഒരാളൊന്നുമല്ല. അയാൾക്ക് ഇപ്പോൾ ആംബറിനെ തടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആംബറിനെ ഈ ബെക്കർ ഉണ്ടല്ലോ, ഇയാൾ തൂക്കിയെടുത്ത് വാതിലേക്ക് ഒരൊറ്റ ഏറാണ്. എന്താ പറയാ, നമ്മളൊരു ബോളൊക്കെ എടുത്ത് എറിയില്ലേ, അതുപോലെയാണ് ആംബറിനെ അയാൾ എറിഞ്ഞത്. ആ വീഴ്ചയിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിലത്ത് വീണു പോവാണ്. ഇതേ നേരം തന്നെ ആരൊരാൾ വന്നിട്ട് ഈ വീടിന്റെ കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ബെക്കർ നമ്മുടെ ഒരു ആംബറിനെ എടുത്തെറിയാണ് ഒരു റൂമിലേക്ക്. എന്നിട്ട് അത് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് റെഡിനോട് അത് ആരാണെന്ന് പോയി നോക്കാൻ പറയുന്നുണ്ട്. റെഡ് പോയിട്ട് പിന്നീട് വാതിൽ തുറന്നു നോക്കിയപ്പോ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ആംബർ ഉണ്ടല്ലോ, അവളുടെ കസിൻ ആയിട്ടുള്ള ജോയ് ആയിരുന്നു. അപ്പൊ ജോയ് വന്ന പാടിനെ നോർമൽ ആയിട്ട് ഇവിടെ എന്റെ ഒരു കുടുംബക്കാരിയായിട്ടുള്ള പെണ്ണുണ്ട്, ആംബർ എന്നാണ് പേര്. ഇത് കേട്ട പാടിനെ റെഡ് പറയണ, ആംബറോ ഇവിടെ അങ്ങനെ ആരുമില്ല, പൊയ്ക്കേന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്താക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ മുകളിൽ ജനലിലൂടെ നമ്മുടെ ആംബർ താഴെ വന്ന് നിൽക്കുന്ന ജോയെ കാണുന്നുണ്ട്. വിളിക്കുന്നുണ്ടെങ്കിലും ജനൽ ഉള്ളതുകൊണ്ട് ക്ലോസ് ആയതുകൊണ്ട് ശബ്ദം താഴേക്ക് വരുന്നില്ല. പിന്നീട് ജോയ് അവിടുന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഈ വീടിന്റെ ഉള്ളിലായിട്ട് ആംബറിന്റെ ജാക്കറ്റ് കാണുകയാണ്. ഹേയ് വാതിലടക്കല്ലേ, അതാ ഞാൻ പറയാം ആംബറിന്റെ ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ഈ റെഡ് സമ്മതിക്കുന്നില്ല. ഇതേ നേരം തന്നെ ജനൽ തുറന്ന് മുകളിൽ നിന്നും നമ്മുടെ ആംബർ ഉറക്കാൻ ഇപ്പൊ ജോയെ വിളിക്കുകയാണ്. ഞാൻ ഇവിടെ ഉണ്ട്, റൂം നമ്പർ ഇതാണ്, വന്ന് രക്ഷിക്കുന്നു പറയാണ്. ഇത് കേട്ടപാട് തന്നെ ഈ ജോയി പോയിട്ട് വാതിൽ തള്ളി തുറക്കുകയാണ്. പിന്നീട് വേഗം തന്നെ മുകളിലേക്ക് ഓടുകയാണ് കേട്ടോ. അതായത് ആംബർ പറഞ്ഞ ആ റൂമിലേക്ക് എത്തിയിട്ട് അവളോട് പറയാണ്, നീ അല്പം മാറിയെന്നോ, ഞാൻ ഇത് ചവിട്ടി പൊളിക്കാൻ പോവാണ്. ആകെ ആ ഒരു രക്ഷപ്പെടാൻ പോവാണല്ലോ. ആ ഒരു സന്തോഷത്തിലെ ആംബർ അവിടെ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തു നിന്ന് ചെറിയൊരു കരച്ചിൽ കേൾക്കുകയാണ്. അതുപോലെ തന്നെ ജോയി ആരോ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അധികം വൈകാതെ ഈ വാതിലിനടിയിലൂടെ രക്തം വരുന്നുണ്ട്. ജോയെ മിക്കവാറും ബെക്കർ വന്നിട്ട് കൊന്നിട്ടുണ്ടാവണം. പിന്നീട് നമ്മുടെ ആംബറിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ 2 ലേഡീസിനെയും ഇവരൊരു റൂമിൽ കൊണ്ടുവന്നിട്ട് പൂട്ടിയിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ആ 2 പേരെയും ഓരോന്നോരോന്നായിട്ട് ബെക്കർ കെട്ടിയിട്ട് കൊണ്ടുപോവാണ്. ആ സമയത്ത് റെഡ് പറയുന്നുണ്ട്, എടാ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യല്ലേ, പതിയെ പതിയെ ചെയ്താൽ മതി, എന്തിനാ ഈ തിടുക്കെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവരെന്താ ഈ ചെയ്യുന്നേ, അതാണ് മനസ്സിലാവാത്തത്. ഇതേ നേരം തന്നെ നമ്മുടെ ആംബർ കരഞ്ഞു പറയാണ് റെഡിനോട്, ദയവ് ചെയ്ത് എന്നെങ്കിലും ഒന്ന് വെറുതെ വിടുന്നു. ശരിക്കും എന്താ ഇവിടെ ഈ സംഭവിക്കുന്നേ? ആംബർ ഈ കാര്യം ചോദിച്ചപ്പോ അവളുടെ അരികിലേക്ക് റെഡ് വരികയാണ്. മാത്രമല്ല ഒരിച്ചിരി അരിപ്പൊടി എടുത്തുകൊണ്ട് അവളുടെ ദേഹത്ത് പലതവണയായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ അച്ഛനും അമ്മയും ആർക്കിയോളജിസ്റ്റുകളായിരുന്നു, അവർ 2 പേരും ഏതൊക്കെയോ നാട്ടിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനും എന്റെ ചേട്ടനും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ്. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ലാതായപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വന്നു. ആ സമയത്താണ് അച്ഛനും അമ്മയും കൂടെ അവരുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് എന്തോ ഒരു കാര്യം ഇവിടെ വെച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അവസാനം അച്ഛൻ ആരെയും കിട്ടാത്തതുകൊണ്ട് അമ്മയെ തന്നെ അച്ഛൻ അവസാനം ബലി കൊടുത്തു. ഈ കാര്യം മനസ്സിലാക്കിയ സമയത്ത് ഞങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് ഞങ്ങൾ അച്ഛനെ തന്നെ ബലി കൊടുത്തു. അതുപോലെ
അതുപോലെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു, എന്റെ ചേട്ടന് തീരെ വയ്യാന്ന്, അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഞങ്ങൾ ഇപ്പോഴും ബലികൾ നടത്തുകയാണ്. എന്നാൽ എന്താണ് ആ ഒരു ബലി, എന്താണ് ചെയ്യുന്നത് എന്നൊന്നും ഇപ്പോ ഈ ഒരു റെഡ് ആംബറിനോട് പറയുന്നില്ല. ആ സമയത്ത് ആംബർ പറയുന്നുണ്ട്, റെഡ് നീ അത്ര ചീത്ത മനുഷ്യനൊന്നുമല്ല, ശരിക്കും നീ നിന്റെ ചേട്ടന്റെ അടിമയാണ്. അയാൾ പറയുന്നത് കേട്ട് എന്തിനാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പതിയെ പതിയെ ആംബർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റെഡിന്റെ മനസ്സ് പതിയെ പതിയെ മാറാൻ തുടങ്ങുകയാണ്. അയാൾ വേഗം തന്നെ കീശയിൽ നിന്ന് ചാവി എടുത്ത് അവളുടെ ആ ഒരു പൂട്ടുണ്ടല്ലോ അത് അൺലോക്ക് ചെയ്ത് കൊടുക്കണം. രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ബെക്കർ അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്ത് റെഡ് ആംബറിനോട് പറയുന്നുണ്ട്, നിനക്ക് ഭാഗ്യമില്ല പെണ്ണെ. അധികം വൈകാതെ ഈ ഒരു ബെക്കർ വന്നിട്ട് അവളുടെ മുഖത്തെല്ലാം ആകെ ചോര പുരട്ടി കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ആ അരിപ്പൊടിയും. എന്നിട്ട് അവളെയും തൂക്കിയെടുത്തുകൊണ്ട് നേരെ താഴേക്ക് പോവാണ്. അവൾ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടൊന്നും ബെക്കറിന്റെ മനസ്സ് അലിയുന്നില്ല കേട്ടോ. അങ്ങനെ അവളെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ആത്മാക്കളെ അവൾക്കിപ്പോ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവര് രണ്ടുപേരും കൂടെ കൊന്നു കൊലവിളിച്ച സ്ത്രീകളുടെ ആത്മാക്കളായിരിക്കും അത്. പിന്നീട് ആംബറിനെ അവിടെ ഉണ്ടായിരുന്ന ബേസ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഒരു പീഠം ഉണ്ടായിരുന്നു. ആ പീഠത്തിൽ അവളെ കെട്ടിവെക്കുകയാണ്. അതുപോലെ തന്നെ ആ റൂം അതൊരു പ്രത്യേകതരം റൂമാണ്. കുറച്ചപ്പുറത്തായിട്ട് മറ്റൊരു പീഠമുണ്ട്. ആ പീഠത്തിന്റെ മുകളിലായിട്ട് ആ ഒരു ബോക്സ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഈ ബേക്കർ ചെന്നിട്ട് ആ പെട്ടി ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം തുറന്നിട്ട് ഇയാൾ ആ ഡോറിൽ ലോക്ക് ചെയ്തിട്ട് ഈ റൂമിൽ നിന്ന് പോവുകയാണ്. എന്തിവിടെ സംഭവിക്കുന്നതെന്ന് ആംബറിനൊന്നും മനസ്സിലാവുന്നില്ല. ഭയന്ന് വിറച്ചുകൊണ്ട് അവൾ അങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു പെട്ടിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോ അത് വെറും ഒരു പെട്ടിയല്ല, അതെന്തോ വലിയൊരു ടണല് പോലെ മറ്റേതോ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നത് പോലെയുള്ള ഒരു വഴി പോലെ തോന്നുകയാണ്. ഇപ്പൊ അതിനുള്ളിൽ നിന്നും ചില ചിത്രശലഭങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓരോ നിമിഷവും കൂടുന്തോറും അവളുടെ ഉള്ളിൽ ഭയം കൂടി വരുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. നോക്കുമ്പോൾ ആരാണ്? അവളുടെ കസിൻ ഉണ്ടല്ലോ, ജോയി ആയിരുന്നു. ജോയി വന്നിട്ട് വേഗം തന്നെ അവളുടെ ആ ഒരു കെട്ടുകളെ കഴിച്ചു കൊടുക്കുകയാണ്. അതായത് ജോയി നേരത്തെ മരിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് പരിക്കുകളോട് കൂടിയിട്ട് രക്ഷപ്പെട്ടു. എന്തായാലും ജോയി ഇപ്പോ നമ്മുടെ ഒരു ആംബറിനെയും കൂട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇവർ അവിടുന്ന് രക്ഷപ്പെട്ട് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? തല കീഴായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ശരീരം. നേരത്തെ ആംബറിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആ രണ്ട് ലേഡീസ് ഉണ്ടല്ലോ അവരുടെ ഡെഡ് ബോഡി തന്നെ. എന്നാൽ ആ രണ്ട് ശവശരീരത്തിനും എന്തില്ല, തലയില്ല. ഇത് കണ്ട് പേടിച്ച് വീണ്ടും നമ്മുടെ ആംബറും അതുപോലെ തന്നെ ജോയും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വാതിലൊക്കെ ലോക്കായ അവസ്ഥയിലാണ്, തുറക്കാൻ പറ്റുന്നില്ല. ഇതേ നേരം ആംബർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അതായത് ആശുപത്രിയിൽ അവളുടെ അമ്മ കിടക്കുന്ന ആ ഒരു മെഡിക്കൽ ബെഡ് ഉണ്ടല്ലോ അത് അവിടെ കാണുകയാണ്. അവളാകെ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ ഇവിടെ വന്നത്? അതുപോലെ മറ്റൊരു കാര്യം കൂടെ അവൾ കാണുന്നുണ്ട്. അവളുടെ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയോട് സംസാരിക്കുന്ന അവളെ തന്നെ, അതും ഒരു പെട്ടി. ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് നോക്കുന്നത് പോലെയാണ് അവൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന അവളുടെ അമ്മ പറയാണ്, മോളെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? വാ, അമ്മയുടെ കൂടെ വാ, നമുക്ക് പോകാം എന്ന് വളരെ ശാന്തമായിട്ട് തന്നെ അവളുടെ അമ്മ അവളോട് പറയാണ്. എന്നാൽ അവിടെ തന്നെ ആ ഒരു ബോക്സ് അവൾ കാണാണ്. അതിൽ നിന്നും ഒരു കൈ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആംബറിന്റെ സ്വപ്നം മാത്രമാണ്. ഇതൊന്നും റിയൽ ആയിട്ട് നടക്കുന്നതേ അല്ല. അവളുടെ അമ്മ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അവളെ രക്ഷിക്കാൻ വന്ന അവളുടെ കസിൻ ആയിട്ടുള്ള ജോയും നേരത്തെ മരിച്ചു. എന്നാൽ ആംബർ ഇതുപോലെ സ്വപ്നം കാണുന്ന സമയത്ത് റിയൽ ആയിട്ട് ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു കൈ വരികയാണ്. ഒരു സാധാരണ കൈയൊന്നുമല്ല, കൈയാണോ കാലാണോ എന്നൊന്നും തിരിയുന്നില്ല. എന്തായാലും അതിന് നല്ല വലിപ്പമുണ്ട്. പിന്നീട് പതിയെ ആ ഒരു രൂപം പെട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ ആദ്യം കണ്ടത് അതിന്റെ കാലുകളാണെന്ന് തോന്നുന്നു. വ്യത്യസ്തമായിട്ടുള്ള ശരീരം, വലിയ തല, അതുപോലെ തന്നെ അതിന്റെ ഉടൽ ഭാഗത്ത് നിന്ന് ചെറിയ രണ്ട് കൈകളുണ്ട്. ആ കൈകളുമായിട്ട് നേരെ ആംബറിന്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്തെല്ലാം അവൾ അങ്ങനെ മയങ്ങിക്കെടുക്കുകയാണ്. അവളുടെ തലയിൽ കൈവച്ച് വയറ്റിനോട് അവളുടെ തല അങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ഇതേ നേരം തന്നെ ആംബർ ഇപ്പോഴും ആ ഒരു സ്വപ്നത്തിലാണ്. അവളിപ്പോ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ വീണ്ടും പറയണം, മോളെ ഈ ലോകത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനെങ്ങനെ നിൽക്കുന്നേ? വാ, അമ്മയുടെ കൂടെ വാ, നമുക്ക് പോകാം എന്നിങ്ങനെ സ്വപ്നത്തിൽ അവളുടെ അമ്മ പറയുന്ന സമയത്ത് ഒരു സമയത്ത് ആംബർ റിയലൈസ് ചെയ്യാണ്. അതായത് ഇതൊരു ട്രാപ്പാണ്. അവളോട് സംസാരിക്കുന്നത് അവളുടെ അമ്മയൊന്നുമല്ല. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന കസാര എടുത്ത് അമ്മയ്ക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അതായത് ആ ഒരു സ്വപ്നത്തിനെ തന്നെ അവൾ ഡിസ്റ്റർബ് ചെയ്യാണ്. ആ ഒരു സ്വപ്നത്തിനെ അവൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ തല വിഴുങ്ങാൻ വന്ന ആ ഒരു ജീവി അവളുടെ തല എടുക്കാതെ ആ ഒരു പെട്ടിയിലേക്ക് തിരിച്ചു പോവാണ്. അതായത് ഒരാളെ ആക്രമിച്ച് അയാളുടെ തല എടുക്കാനൊന്നും ഈ ജീവിയെ കൊണ്ട് കഴിയില്ല. ആ ജീവി ഇട്ടുകൊടുക്കുന്ന സ്വപ്നത്തിൽ അവരങ്ങനെ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന സമയത്ത്, വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ അവരുടെ തല എടുക്കാനായിട്ട് ഈ ജീവിക്ക് പറ്റുള്ളൂ. എന്തായാലും ആംബറിന്റെ തല ഇപ്പോ അവൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ആ യക്ഷി അല്ലെങ്കിൽ പിശാച് എന്താണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു സാധനം അതെന്തായാലും തിരിച്ചു പോയല്ലോ. അതിനുശേഷം ആംബറിന് ബോധം വരികയാണ്. അവൾ വേഗം ചെന്ന് ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ അവൾ നേരത്തെ കണ്ടതുപോലെ ഒരു ടണല് പോലെ ഒന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. ഒരു അസ്ഥി കൂടം അതിന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അത് വെറും ഒരു പെട്ടി മാത്രമായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. പതിയെ ആ ഒരു ബേസ്മെന്റിൽ നിന്നും അവൾ പുറത്തേക്ക് കടക്കുകയാണ്. ആ സമയത്ത് വീണ്ടും മറ്റൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അതായത് മറ്റൊരു ഇരയെ കൂടെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. എന്തായാലും ആംബർ അതിലൂടെ നടക്കുമ്പോൾ പുരാതനമായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു പഴയ ആയുധം അവൾ കാണുന്നുണ്ട്. ഒരു ധൈര്യത്തിന് അതിലൊരെണ്ണെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ റെഡിന്റെ ചേട്ടനുണ്ടല്ലോ ബേക്കർ, അയാളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ പെൺകുട്ടികളെയും അവിടെ കൊണ്ടുപോയി ബലി കൊടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ ഓരോ പ്രശ്നങ്ങൾ തീരും. എന്നാൽ ഇത്തവണ ഈ മുറി എന്താ ഉണങ്ങാത്തത്? ഞാൻ അവളെ ബലി കൊടുത്തതാണല്ലോ. പിന്നെ എന്താ? അയാൾക്കൊരു സംശയം തോന്നുകയാണ്. അതുകൊണ്ട് ബേസ്മെന്റിലേക്ക് ഒന്ന് പോയി നോക്കാൻ വേണ്ടി റെഡിനോട് പറയണം. പിന്നീട്
ബെക്കർ ആ ഒരു പെൺകുട്ടിയെ കെട്ടാനും നോക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ റെഡ് ബോട്ട് വാതിൽ തുറന്നപ്പോ ആ പഴയകാല ആയുധം കയ്യിൽ പിടിച്ച് നിൽക്കായിരുന്നല്ലോ ആംബർ. അവൾ അത് വെച്ച് റെഡിനിട്ട് ഒരൊറ്റ അടി കൊടുക്കണം. അടിച്ചടിച്ച് അവന് നിലത്ത് വീഴുന്നുണ്ട്. പിന്നെ റെഡിനെ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടപാട് തന്നെ ബെക്കർ ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടിരിക്കുകയെന്നല്ലോ, അവൾ അവിടെ ഇട്ട് നമ്മുടെ ആംബറിനെ പിടിച്ച് ഒരേറ്റ ഏറി കൊടുക്കുകയാണ്. മാത്രമല്ല അവളുടെ കയ്യിൽ ആ ഒരു ആയുധം മേടിക്കുന്നുണ്ട്. അതുപോലെ ആംബർ നിലത്ത് വീണപ്പോ അവളുടെ കാലുണ്ടല്ലോ ഈ ഞെരിയാണിയുടെ ഭാഗം അവിടെ അയാളുടെ ആ ഒരു ബൂട്ട് വെച്ച് ഒരേറ്റ ചവിട്ടലാണ് കേട്ടോ. ഈ കാട്ടുപോത്ത് പോലത്തെ മനുഷ്യൻ അങ്ങനെ ചവിട്ടിയ വേദന എടുക്കാതിരിക്കുവോ? പാവം നമ്മുടെ ആംബർ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ബെക്കർ നേരത്തെ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ, അവള് ഭയം കാരണം ഈ ബെക്കറിനെയും തള്ളിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവളുടെ പിന്നാലെ ചെന്ന് പുറത്തുനിന്ന് അവളെ പിടിച്ച് സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഏറാൻ കൊടുക്കുകയാണ്. ആ പെൺകുട്ടി അപ്പൊ തന്നെ താഴെ വീണ് മരിച്ചു പോവാണ്. ഇതിനുശേഷം ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ആംബറിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഷാർപ്പായിട്ടുള്ള എന്തോ ഒരു വസ്തു അത് വെച്ച് ഇയാളുടെ കഴുത്തിൽ ഒരു വര വരയ്ക്കുകയാണ്. അയാൾ നിലത്ത് വീണുപോയി. പിന്നീട് ഈ ആംബറിന്റെ കയ്യിൽ ഒരു വെപ്പൺ ഉണ്ടായിരുന്നില്ലേ, അത് വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി തല്ലി കൊന്നുകളയാണ്. ആ മൃഗം അവസാനം ചത്ത് മലക്കിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള സീനുകളാണ്. പക്ഷെ എന്നെ കൊണ്ട് അത് കാണിക്കാൻ കഴിയില്ല. എന്തായാലും ആകെ തളർന്നു പോയ ആംബർ രക്ഷപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആ ഒരു പെൺകുട്ടി താഴെ വീണ് മരിച്ചു കിടക്കുന്ന കാണുകയാണ്. അവളുടെ കസിനായിട്ടുള്ള ജോയ് മരിച്ചു കിടക്കുന്ന കാണുകയാണ്. എന്തായാലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ആ ആശ്വാസത്തിൽ അവള് പോകുമ്പോൾ താണ്ടെ ആ റെഡ് അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ പതിയെ എഴുന്നേക്കുകയാണ്. പക്ഷെ പഴയ ആരോഗ്യമൊന്നും അവനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ റെഡിനെ തൂക്കിയെടുത്തുകൊണ്ട് ആംബർ നേരെ ബേസ്മെന്റിലേക്ക് പോവാണ്. നിനക്കൊക്കെയുള്ള പണി ഞാൻ തരാടാന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോ പെൺകുട്ടികളെയും കെടുത്തുന്ന ആ ഒരു ബലിപീഠമുണ്ടല്ലോ അവിടെ ഈ റെഡിനെയും കെടുത്തുകയാണ്. അവന്റെ മുഖത്തും അതുപോലെയുള്ള ആ അരിപ്പൊടി തേക്കുകയാണ്. പിന്നീട് അവൻ അവിടെ കെട്ടിയിട്ട് ആ റൂമിൽ നിന്നും നമ്മുടെ ആംബർ ആ റൂമിൽ ലോക്ക് ചെയ്ത് പോവുകയാണ്. അധികം വൈകാതെ ആ പിശാച് അതൊരു പിശാചാണോ അല്ലെങ്കിൽ പഴയകാല പുരാതനമായ ഏതെങ്കിലും ദേവതയാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് പഴയ ആസ്ടെക് സിവിലൈസേഷൻ ആ പുരാതനമായ ആൾക്കാർ ഇതുപോലെയുള്ള പെട്ടികൾ ഉപയോഗിച്ചായിരുന്നു ചില നരബലികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പുരാതനമായിട്ടുള്ള സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു പെട്ടി. അതുകൊണ്ട് ഇതൊരു പിശാചാണോ ദേവതയാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ആ സാധനം പുറത്തേക്ക് വരികയാണ്. റെഡിന്റെ തലയിൽ അത് പതിയെ വന്ന് തൊടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെഡിന് പഴയകാല ഓർമ്മകൾ, കുട്ടിക്കാലത്തെ പല കാര്യങ്ങളും അവന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അവനങ്ങനെ റിലാക്സ് ആയി നിൽക്കുന്ന സമയത്ത് അവന്റെ തലയും കടിച്ചെടുത്തുകൊണ്ട് ആ ഒരു പിശാച് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ആ റൂം വിട്ടു പോകുന്ന സമയത്ത് ആംബർ പറയുന്നുണ്ട്, ഇത്രയും നാളും ഒരുപാട് സ്ത്രീകളെ നിങ്ങളൊക്കെ ഇങ്ങനെ കൊന്നില്ലേ, അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നടന്നു പോകുന്ന സമയത്ത് അതായത് അവൾ ഞൊണ്ടിയാണ് നടന്നത്. കാരണം അവളുടെ കാലിന്റെ ഈ ഞെരിയാണിയുടെ ഭാഗത്ത് ബൂട്ട് വെച്ച് ബെക്കർ ചവിട്ടിയായിരുന്നല്ലോ. കാല് ചതഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ വേച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് കാലിന്റെ വേദന പോവുകയാണ്. മാത്രമല്ല അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഓരോ മുറിവുകളും പതിയെ ഉണങ്ങി വരികയാണ്. ആംബർ ആകെ ഞെട്ടിപ്പോയി. പിന്നീടാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് അവളുടെ മുറി ഹീലായതെന്ന്. ആ പിശാചിന് വേണ്ടി അവസാന ബലി കൊടുത്തത് ആരാണ്? ആംബർ അല്ലേ? റെഡിനെ കൊണ്ടുപോയി കൊടുത്തില്ലേ? അതിന്റെ പകരമായിട്ട് ആ പിശാച് അവൾക്ക് കൊടുത്ത വരമാണ് ഇപ്പൊ ഈ കാണുന്നത്. അവളുടെ വേദനയെല്ലാം പോയത്. ഈ സമയത്ത് അവളുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ആ ഒരു പെട്ടി കാണിക്കുകയാണ്. അതിലേക്ക് അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ഈ സിനിമ ഇവിടെ തീർക്കുകയാണ്. എന്തായിരിക്കും ഇനി നമ്മുടെ ആംബർ ചെയ്യാൻ പോകുന്നത്? ആ നരബലി നടത്തി ഇവർ ചെയ്ത തെറ്റ് തന്നെ അവളും റിപ്പീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ബോക്സിൽ പറയൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.